സെഷൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം റീനെയിം ചെയ്ത സാഹചര്യമാണ്. അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൻ്റെ പുതിയ പേര് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, ഡോക്ടർമാർ ഇതിനെ എന്തുകൊണ്ടാണ് കൂടുതൽ മെറ്റബോളിക് സിൻഡ്രോമായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ എല്ലാ വശവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ അസുഖം മാനേജ് ചെയ്യുന്നതിൽ മരുന്നുകൾ മാത്രം പോരാ, നമ്മുടെ ശരീരത്തിനെ മൊത്തം ബാധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്ക് നയിക്കുന്ന ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അതിൻ്റെ മെറ്റബോളിക് കമ്പോണൻറ്റ് വളരെയധികം റെലവൻ്റ് ആണ്, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെറും ഒരു സിസ്റ്റ് അല്ല പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. നമ്മൾ വിചാരിക്കും ഒവേറിയൻ സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ, സിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ ഓവറിയിൽ കുറച്ച് സിസ്റ്റ് ഉണ്ടാവുക, ആ സിസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും എന്ന് വിചാരിക്കും. കുറച്ച് പേരെങ്കിലും അങ്ങനെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഓവറിയിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അസുഖം അല്ല. അതിന് നമ്മുടെ മൊത്തം ശരീരത്തിൽ ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ട്. അതിൻ്റെ കാരണം തൊട്ട് തുടങ്ങാം. കാരണം ഇതിനൊരു ജീനുണ്ട്, ജനറ്റിക് ആണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഒരു 99% അത് ഫാമിലിയിലുണ്ടെങ്കിൽ ഓഫ് സ്പ്രിങ്സിൽ അടുത്ത തലമുറയിൽ വരാനുള്ള, സ്ത്രീകളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ പോളിസിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഇല്ലേ, അതായത് ഓവറിയിൽ സിസ്റ്റ് വരുന്നില്ലേ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. പക്ഷേ സിസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. പക്ഷേ ഇത് മറ്റ് ഹോർമോൺസിലൊക്കെ ഇംബാലൻസസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഹോർമോണിലല്ല ഇംബാലൻസ് വരുന്നത്, ഒരു സ്ത്രീ ഹോർമോണിലോ ഒരു പുരുഷ ഹോർമോണിലോ മാത്രമല്ല. നമ്മുടെ ശരീരത്തിൽ ഇത് ഒരുപാട് മാറ്റങ്ങൾ പല മേഖലകളിലും ഉണ്ടാക്കുന്നത് നല്ലതല്ല ശരീരത്തിന്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയാണ് ഇപ്പോൾ എൻഡോക്രൈൻ സൊസൈറ്റി അതിനെ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് റീനെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഊന്നൽ കൊടുക്കുന്ന ഘടകം മെറ്റബോളിക് എന്ന ഘടകത്തിന് തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു അസുഖം ജീൻ കാരണം ആണ് ഉണ്ടാവുന്നതെങ്കിൽ കൂടെയും അത് എത്തിച്ചേരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയാണ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിൽ ഗ്ലൂക്കോസായിട്ട് രക്തത്തിലെത്തും. ആ ഗ്ലൂക്കോസിനെ കോശങ്ങൾ എടുക്കണം, എന്നാലേ അതിനെ നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ജീൻ ഉള്ള ആളുകളിൽ ഗ്ലൂക്കോസിനെ എടുക്കാതെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി നിൽക്കും. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാവുന്നില്ലേ എന്ന് ചോദിക്കും. പാൻക്രിയാസ് തീർച്ചയായിട്ടും ഇൻസുലിൻ ഉണ്ടാക്കും. പക്ഷേ ആ ഇൻസുലിൻ്റെ എമൗണ്ട് കൂടുകയല്ലാതെ അതിനെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് ഇൻസുലിൻ പ്രതികരിക്കാത്ത അവസ്ഥ, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ കാരണമാവുന്നത്. ഏറ്റവും അടിസ്ഥാനം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ജീൻ കാരണം വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടും. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആൻഡ്രോജൻസ് അഥവാ പുരുഷ ഹോർമോൺ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അത് ഓവറിയുടെ പ്രവർത്തനങ്ങളെ തടയും. അതായത് ഓവറിയിൽ ഓവുലേഷൻ നടക്കില്ല, അണ്ടവിസർജനം നടക്കില്ല. എന്ന് വെച്ചാൽ ഓവറിയിലെ ഫോളിക്കിൾ മെച്ചുറായി അതിൽ നിന്നും ഓവം റിലീസാവുന്ന പ്രക്രിയയാണ് ഓവുലേഷൻ. അത് നടക്കില്ല. അപ്പോഴെന്ത് സംഭവിക്കും? അത് ക്രമേണ വന്ധ്യതയിലേക്ക് നയിക്കാം, പീരിയഡ്സ് വരാത്ത അവസ്ഥയിലേക്ക് നയിക്കാം. അപ്പോൾ മൊത്തം ഹോർമോൺസിൻ്റെ താളം അവിടെ തെറ്റിത്തുടങ്ങി. ഏറ്റവും ആദ്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാൽ തന്നെ അത് ആൻഡ്രോജൻ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നമുക്ക് ഡയബറ്റിസ് അഥവാ പ്രമേഹവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം ഓവുലേഷൻ നടക്കാത്ത അവസ്ഥയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടവസ്ഥ ഇപ്പോൾ തന്നെ ആയി. ആദ്യം പ്രമേഹം, രണ്ട് നമ്മുടെ ഓവം റിലീസ് ചെയ്യാത്ത അവസ്ഥ, ഓവുലേഷൻ നടക്കാത്ത അവസ്ഥ. അപ്പം അത് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കും, സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമാകും അത്. പിന്നെ അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് അവ ഗ്ലാൻഡ്സ് ആണല്ലോ, അവയുടെ ഹോർമോൺസും നമ്മുടെ തലച്ചോറിലെ ഹോർമോൺസും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വ്യത്യാസങ്ങളും അതിനനുസരിച്ച് ഉണ്ടാവും. കാരണം പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് മുഖക്കുരു വരാം, കറുത്ത പാടുകൾ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഇത് കൂടാതെ ഫാറ്റിൻ്റെ മെറ്റബോളിസം പ്രശ്നത്തിലാവും,
ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം ഓൾറെഡി പ്രശ്നത്തിലാണ്, ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കുന്നില്ലല്ലോ, അപ്പോൾ തടി കൂടും. അപ്പോൾ ഈ ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കാത്തതാണ് നമ്മുടെ ഫാറ്റി ലിവറിൻ്റെയും പ്രധാന കാരണം എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും പല സ്ഥലത്ത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഫാറ്റി ലിവറിലേക്ക് അത് നയിക്കും. അപ്പോൾ വിസറൽ ഫാറ്റ് അടിഞ്ഞുകൂടും, നമ്മളെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ചുറ്റും ഫാറ്റ് അടിഞ്ഞുകൂടും. അപ്പോൾ അത് ക്രമേണ ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ ഡിസീസിലും എത്തും. പിന്നെ പ്രമേഹവും അതുപോലെ തന്നെ ഈ ഒരു രക്തക്കുഴലിൽ ഫ്ലാറ്റ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പം കൊളസ്ട്രോൾ കൂടും, പ്രമേഹം കൂടും, BP കൂടും. ക്രമേണ അത് ഹാർട്ട് അറ്റാക്കിലേക്കും സ്ട്രോക്കിലേക്കൊക്കെ നയിക്കാം, ഫാറ്റി ലിവർ കൂടാതെ. അപ്പോൾ PCOS ഒരു മെറ്റബോളിക് സിൻഡ്രോം ആണെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു വ്യാപ്തി കൊണ്ടാണ്. ഇത്രയും പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഓവറിയിൽ മാത്രം ലിമിറ്റഡ് അല്ല, അതിൽ മാത്രം സീമിതമല്ല അതിൻ്റെ ഒരു റേഞ്ച്. അപ്പോൾ ഓവറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല PCOS. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ മെറ്റബോളിക് ആയിട്ട് നമ്മളെ മെറ്റബോളിസത്തിലുണ്ടാക്കി മെറ്റബോളിക് സിൻഡ്രോമും അത് ഉണ്ടാക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണല്ലോ മെറ്റബോളിക് സിൻഡ്രോം എന്ന അസുഖത്തിൻ്റെ ഏറ്റവും ബേസ്. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? ഞാൻ പല വീഡിയോയിലും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മധ്യഭാഗത്ത്, നെഞ്ചിലും വയറ്റിലുള്ള ഭാഗത്ത് ക്രമാതീതമായിട്ട് വണ്ണം വയ്ക്കുന്ന ഒരവസ്ഥയാണ്. അതുകൂടാതെ നമ്മൾക്ക് പ്രമേഹമുണ്ടാവാം, ഹൈ BP ഉണ്ടാവാം, ഹൈ കൊളസ്ട്രോൾ ഉണ്ടാവും. ഇതിനൊക്കെ കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം. അപ്പോൾ ഈ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? മെറ്റബോളിക് സിൻഡ്രോമിലേക്കാണ് എത്തിച്ചേരുന്നത്. ഓവറിയിൽ മാത്രം ലിമിറ്റഡ് അല്ല അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ എൻഡോക്രൈൻ സൊസൈറ്റി, ഹോർമോൺ ഡിസീസസിൻ്റെയൊക്കെ ഒരു സൊസൈറ്റിയാണ് എൻഡോക്രൈൻ സൊസൈറ്റി, ഡോക്ടർമാരുടെ. അപ്പോൾ അതിനെ റീനെയിം ചെയ്തിട്ട് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പേര് നൽകിയത്. ഈ പേര് നൽകൽ ഒരു ബോധവൽക്കരണം കൂടെയാണ്. ജനങ്ങൾ ഇതിൻ്റെ ഒരു അവസ്ഥ, ഒരു സീരിയസ്നെസ്, ഗൗരവം ഒക്കെ മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പലപ്പോഴും ആളുകൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഓവറിയിലെ സിസ്റ്റം അങ്ങ് പോവില്ലേ എന്ന്. അപ്പോൾ ഓവുലേഷൻ നടക്കും, ഇൻഫെർട്ടിലിറ്റി ഒന്നും ഉണ്ടാവില്ല, ഫെർട്ടിലിറ്റി നമുക്ക് തിരിച്ചു കിട്ടും, ഒരു കുഞ്ഞുണ്ടാവും, ഒക്കെ ശരി തന്നെയാണ്. മെഡിസിൻ കഴിച്ചാൽ ഓവുലേഷൻ നടക്കും. പക്ഷേ ആ ഒരു പ്രശ്നം മാത്രമല്ല പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ട്. അതിന് ജീൻ ഒരു കാരണമാണ്. ചെറിയ കുട്ടികൾക്ക്, അതായത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ക്രമാതീതമായിട്ട് വണ്ണം വയ്ക്കുന്നത് കാണാം. അവർക്ക് ശരീരത്തിലെ രോമവളർച്ച കൂടും, തലമുടി കൊഴിയും. അങ്ങനെയാണ് ഇതിൽ നടക്കുന്നത്. ശരീരത്തിലെ രോമം കൂടും, തലമുടി കൊഴിയും, തലമുടിയിൽ തിന്നിങ് ഉണ്ടാവും. അത് കുറച്ച് പ്രായമായ ആളുകളിൽ എത്തുമ്പോൾ അത് ഒരു പ്രത്യേക തരം അലോപേഷ്യ അഥവാ കഷണ്ടി പോലത്തെ ഒരു ഹെയർ ലോസിലേക്ക് അത് പോകും. നമ്മളുടെ ഈ ഒരു സെൻറ്റർ പാർട്ടീഷനിൽ ഒരുപാട് മുടി പോയിട്ട് അവിടെ വൈഡനിങ് വരും, അവിടുത്തെ മുടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ പോലെയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൻ്റെ ഒരു ഹെയർ ലോസ് പലപ്പോഴും കാണപ്പെടുന്നത്. അതുമായിട്ട് വളരെ കണക്റ്റഡുമാണ്. അപ്പോൾ ഇങ്ങനെയും കുറേ പ്രശ്നങ്ങൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേരായതുകൊണ്ടാണ് വീണ്ടും PCOS എന്ന് പറയുന്നത്, ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോഴതിൻ്റെ പേര് PMOS എന്നാണ്, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ PCOS ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അവയർനെസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം പല ആൾക്കാർക്കും ഉണ്ട്. പലപ്പോഴും അത് അമിതമായ വണ്ണത്തെ അവഗണിക്കാൻ ഇടയാക്കുന്നുണ്ട്. പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട് PCOS ഉണ്ട്. പലപ്പോഴും അത് അവരുടെ ഒരു കോൺഫിഡൻസ് തന്നെ തകർക്കുന്ന ഒരു അസുഖമായിട്ട് മാറാറുണ്ട്. ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പലരിലും അതുണ്ട്. കാരണം ഹോർമോണൽ ഇമ്പാക്റ്റ് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം ഇത് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഒരു ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസം, മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, കൊമഡോൺ ടൈപ്പ് മുഖക്കുരു, ഇതൊക്കെ ഒരുപാട് കോൺഫിഡൻസ് കളയുന്ന ഒരു പ്രശ്നമായിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ അങ്ങോട്ടേക്കൊന്നും പോവില്ല, നമുക്കത് റിവേഴ്സിബിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ PMOSനെ അഥവാ PCOSനെ നമ്മൾ നേരിടേണ്ടത്? അതാണ് ഇന്നത്തെ വിഷയം. അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു അവബോധത്തിന് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. വെറും ഒരു ഓവറിയിലെ സിസ്റ്റ് അല്ല, ഒരു ക്ലോമിഫിൻ സിട്രേറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച് ഓവുലേഷൻ അച്ചീവ് ചെയ്യുന്നതിലല്ല അതിൻ്റെ ഒരു
ക്യൂർ ഇരിക്കുന്നത്. അതൊരു താൽക്കാലിക പരിഹാരമാണ്. ഇനിയിപ്പോൾ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാലും അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഓവുലേഷൻ നടത്തി മരുന്നിൻ്റെ സഹായത്തോടെ മെഡിസിൻ എടുത്തു, ഓവുലേഷൻ നടന്നു, ഫെർട്ടിലിറ്റി അച്ചീവ് ചെയ്തു, ഒരു കുഞ്ഞുണ്ടായി, ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു ജീൻ എപ്പോഴും അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ അത് മെറ്റബോളിക് സിൻഡ്രോമിലേക്ക് നയിക്കുന്നുണ്ട്. ഫാറ്റി ലിവർ ഡിസീസിൻ്റെ റിസ്ക് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് വണ്ണം ഉണ്ടെങ്കിൽ അവരത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ റിസ്ക് ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്യാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഈ വീഡിയോ ലക്ഷ്യമിടുന്നതും. കാരണം നിങ്ങളതിന് ഒരു കുറച്ച് സമയം ചിലവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. തുടക്കത്തിലാണെങ്കിൽ അത് റിവേഴ്സിബിളും ആണ്. ജീൻ അതിൻ്റെ പണി അവിടെ ചെയ്യും, ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രമേഹം കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ നമ്മളുടെ വണ്ണം കൺട്രോൾ ചെയ്യാം, പിന്നെ നമ്മളുടെ മറ്റ് മെറ്റബോളിക് ആൻഡ് ഹോർമോണൽ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, മറ്റ് ഹോർമോൺസിനെ അത് ബാധിക്കാത്ത തരത്തിൽ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പരിഹാരമായി. അത് കൂടുതൽ വഷളാവില്ല. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാതെ നമുക്ക് നോക്കാം, സ്ട്രോക്ക് വരാതെ നോക്കാം, ഫാറ്റി ലിവർ വരാതെ നോക്കാം. അതാണ് നമ്മളിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ. ഏറ്റവും ആദ്യമായിട്ട് കുട്ടികളിൽ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മാതാപിതാക്കൾ, ഇപ്പോൾ കുറച്ച് കുറവാണ് എങ്കിൽ മുൻ തലമുറകളിലൊക്കെ അമിതമായിട്ട് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കും, പ്രത്യേകിച്ചും ഫാറ്റി ഫുഡ്. അവരുടെ വിചാരം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടികൾക്ക് ആരോഗ്യം വെക്കും എന്നാണ്. അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്നും ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. പക്ഷേ ഇപ്പോഴും ജങ്ക് ഫുഡിൻ്റെ ഒരു ഇൻടേക്ക് വളരെ കൂടുതലാണ്. അത് മാറിയത് ഇപ്പോൾ അമ്മമാർ പറഞ്ഞിട്ടോ അച്ഛന്മാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല കുട്ടികൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. ഷോപ്പിംഗ് മാളിൽ അവർ ജങ്ക് ഫുഡാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നവും എത്തുന്നത് PCOSലേക്ക് തന്നെ. പ്രത്യേകിച്ച് ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിലെ എക്സസൈസ് ശീലിക്കുക. ഒരു 20 മിനിറ്റ് സ്പീഡിൽ നടക്കണം, ആദ്യത്തെ കാര്യം. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറയ്ക്കുക. ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് ഹോൾ ഗ്രെയിൻസ് പോലുള്ള കാർബോഹൈഡ്രേറ്റ്, ഓട്സ്, കീൻവ, ഇത്തരം തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തുക. ഒരുപാട് വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ആവശ്യത്തിന് ഉൾപ്പെടുത്തുക. ഒരു 1 gram per kilogram per body weight ആണ് ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ. അതുപോലെ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചാൽ കിട്ടും. മിനറൽസും നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ ബാലൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഹോർമോൺ മാത്രമല്ല, തൈറോയിഡിൻ്റെ ബാലൻസിനും നമുക്ക് ഒരുപാട് മിനറൽസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്. ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അതുപോലെ സെലീനിയം ഉണ്ട് ഫിഷിൽ. അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു എൻഡോക്രൈൻ പ്രശ്നങ്ങൾ, എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ, ഇപ്പോൾ അതിൻ്റെ പേര് അതാണല്ലോ, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഇത്തരം എലിമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്, അതായത് മിനറൽസ്. അപ്പോൾ ആ മിനറൽസിൻ്റെ ഒരു അപര്യാപ്തത വരാതിരിക്കാൻ നമ്മൾ ആവശ്യത്തിന് വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, ഫിഷ് കഴിക്കണം. ഒമേഗ ഫാറ്റി ആസിഡ്സിനും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റോൾസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ റോൾസ് അതിനുണ്ട്. അപ്പം അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു പ്രശ്നം ഓരോ സ്റ്റേജിനും മാനേജ്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് സ്റ്റേജിലുള്ള മാനേജ്മെൻറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത്. അത് അസുഖം വഷളായി അസുഖം ഓരോ സ്റ്റേജിൽ എത്തുന്ന അവസ്ഥയിൽ, ഇപ്പോൾ തൈറോയ്ഡ് പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള പലർക്കും തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫൈബ്രോയിഡ് ഉണ്ട്, അതേപോലെ ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഉണ്ട്, പിന്നെ സ്ട്രോക്ക് റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ എത്തുന്നതിനനുസരിച്ച് മാനേജ്മെൻറ്റ് മാറും. നമ്മൾ ഈ അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ചിലപ്പം അതിനൊരു മെഡിക്കേഷൻ കൂടെ കൊടുക്കേണ്ട അവസ്ഥ ആ സ്റ്റേജ് നോക്കിയിട്ട് വേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് തുടക്കക്കാർക്ക് ഉള്ള PCOS റിവേഴ്സ് ചെയ്യാനുള്ള മെത്തേഡ്സാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നടത്തം, സ്ട്രെങ്ത് ട്രെയിനിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PCOSൽ. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും മോഡറേറ്റ് ഇൻറ്റൻസിറ്റി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ PCOSൽ നമ്മൾ കുറേശ്ശെ അത് കൂട്ടിയെടുക്കണം. ഒരാളുടെ ഫിറ്റ്നസ് ലെവലൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ PCOSൽ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ റെഗുലറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം.
നമ്മളുടെ ഒരു ഓപ്റ്റിമം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റും അമിതമായി അടിഞ്ഞു കൂടുന്നത് തടയുക എന്നതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം. അതിനാണ് സ്ട്രെങ്ത് ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ PCOS നമ്മൾ പാരമ്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളെ തുടക്കത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഡയറ്റ് ശ്രദ്ധിക്കണം, അവരുടെ എക്സസൈസ് ശ്രദ്ധിക്കണം. കാരണം അത് പെൺകുട്ടികളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അവർ കഴിക്കുന്ന ഭക്ഷണം, ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ PCOSനെ തടയാനുള്ള പ്രധാന മാർഗങ്ങൾ. അതായത് നമ്മൾ വളരെ ചെറിയ കുട്ടികളിൽ നടത്തം, ഓട്ടം, അവർ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, പ്ലേഫുൾ ആക്ടിവിറ്റീസ്, അവരുടെ കളികൾ, അതൊക്കെ, അതായത് ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, ഇൻഡോർ ഗെയിംസ് വേണം, അത് മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ്. പക്ഷേ ഔട്ട്ഡോർ ഗെയിംസും കൂടി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്ന തരത്തിൽ പ്രൊമോട്ട് ചെയ്യണം. ഫിസിക്കൽ ആക്ടിവിറ്റി എന്നല്ല ശരിക്കും പറയേണ്ടത്, ഫിസിക്കൽ എക്സസൈസ്. ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ ജസ്റ്റ് മൂവ്മെൻറ്റ്സേ വരുള്ളൂ. എക്സസൈസ് നമ്മൾ ഡിലിബറേറ്റ്ലി, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന വർക്കൗട്ട് തന്നെയാണ് ഫിസിക്കൽ എക്സസൈസ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കുട്ടികളെ വളർത്തണം. കാരണം അവർക്ക് PCOS വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ജങ്ക് ഫുഡും അതുപോലെ കാർബ് കൂടിയ ഫുഡും ഫാറ്റി ഫുഡെല്ലാം കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് സംഭവിക്കാം. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അഥവാ ഇനിയിപ്പോൾ വന്നാൽ തന്നെ ചെയ്യണം. അതിന് സ്ട്രെങ്ത് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കിംഗ് നിർബന്ധമായിട്ട് സ്പീഡിൽ വേണം. പിന്നെ അത് കൂടാതെ കാർബ് ഫുഡ് ലിമിറ്റ് ചെയ്യണം. ഹോൾ ഗ്രെയിൻസ് മാത്രം ഒരു നേരം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മറ്റു സമയങ്ങളിൽ നമ്മൾ പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും നട്ട്സും സീഡ്സും ഫിഷും കഴിക്കാം. ചിക്കനും നമുക്ക് ലീൻ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് PCOSനെ റിവേഴ്സ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PCOS അഡ്വാൻസ് ചെയ്ത ആളുകളിൽ മെഡിസിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അവരുടെ മാനേജ്മെൻറ്റും കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ഞാൻ ഊന്നൽ കൊടുത്ത് പറയുന്ന കാര്യം, വൺസ് PCOS ഉള്ള ഒരാൾ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ PCOSനെ അവഗണിക്കരുത്. പലരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും അവർക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ലേ ഈ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. അത് മാത്രമല്ല, ഈ അവർ കഴിക്കുന്ന ഫുഡും ഒരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ഹെൽത്തി ഫുഡ്, ന്യൂട്രിയൻറ്റ് ഡെൻസ് ഫുഡാണ് ആ സമയത്ത് എടുക്കേണ്ടത്. ഫാറ്റ്, പലതരം നെയ്യ്, അങ്ങനത്തെ വസ്തുക്കളൊന്നും PCOS ഉള്ള ആൾക്കാർ ഡെലിവറി കഴിഞ്ഞാലും എടുക്കരുത്. കാരണം ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറിയിൽ മാത്രം സീമിതമായിട്ടുള്ളൊരു അസുഖമല്ല. അതിൻ്റെ ഒരു റേഞ്ച്, അതൊരു മെറ്റബോളിക് സിൻഡ്രോം, ഹാർട്ട് അറ്റാക്ക് റിസ്ക്, കാർഡിയോവാസ്കുലർ റിസ്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലും നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് നിങ്ങൾ ഫിറ്റ് ആവുന്ന സമയം തൊട്ടിട്ട് കുറേശ്ശെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ക്രമേണ ചെയ്യണം. കാരണം ഇതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ പിന്നീട് വണ്ണം പതുക്കെ കുറയ്ക്കാമെന്നല്ല, നിങ്ങൾ ഉടനെ തന്നെ ശരീരം എപ്പോൾ അതിന് പാകമാകുന്നു ഡെലിവറിക്ക് ശേഷം, അതിനുശേഷം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ നടന്നു തുടങ്ങുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സ്പീഡിൽ ഓടി തുടങ്ങുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് തുടക്കത്തിൽ തന്നെ ചെയ്യരുത്. പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. അത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മൾ ലൈഫ് ലോങ് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു ലെവലിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷേ ഇവർക്കിത് മസ്റ്റാണ്, PCOS ഉള്ളവർക്ക്. കാരണം അവർക്ക് ഈ എല്ലാ സിസ്റ്റത്തിലും ഹോർമോൺസിൻ്റെയും മെറ്റബോളിക് എറേഴ്സിൻ്റെയും ഒരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട്, എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് റിസ്ക്, കാർഡിയോവാസ്കുലർ റിസ്ക് കൂട്ടും, ഫാറ്റി ലിവർ സാധ്യത കൂട്ടും. വണ്ണം കൂടാതെ നോക്കണം. ഏറ്റവും ചുരുക്കത്തിൽ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് മെഡിപ്രിസിഷൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം കൊണ്ടുവരിക. കീപ്പ് ഓൺ വാച്ചിങ്, സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് മെഡിപ്രിസിഷൻ.